പണിയൊന്നുമില്ലേ? പണിയുണ്ട്. ഞാനൊരു ഹെഡ്സെറ്റ് വാങ്ങാൻ കുറെ ദിവസമായി വിചാരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുക. ഏതിന്റെ? അങ്ങനെയൊന്നുമില്ല, ഒരു 1500 റേഞ്ചിലുള്ള ഏതെങ്കിലും കിട്ടിയാൽ വാങ്ങണം. എന്നാ പിന്നെ ബോട്ടിൽ നോക്കിക്കൂടെ? നല്ലതാ. ബോട്ട് ആണെങ്കിൽ ഇപ്പോൾ കയറി വരെ പോണ്ട്. നോക്കിക്കോട്ടെ. ആ, ഇത് കൊള്ളാം. ഇതെങ്ങനെ നോക്കിയേ? കൊള്ളാം, സെറ്റ്. അത് വാങ്ങാം. ഓ, RCB ബാങ്കിൽ മാത്രമേ ഓഫറുള്ളൂ. നിനക്ക് RCB ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷെ കുറെ കാലമായി യൂസ് ചെയ്തിട്ടുണ്ടോ. ഓ, ഇതിൽ ബാലൻസും ഇല്ലേ? നീ ഒരു കാര്യം ചെയ്യോ, ഞാനൊരു അക്കൗണ്ട് നമ്പർ അയക്കാം, നീ അതിലേക്ക് ഒരു 1000 രൂപ എടുക്കും. ആരുടെ അക്കൗണ്ട് നമ്പർ? എൻ്റെ അക്കൗണ്ട് നമ്പർ തിരിച്ചു കിട്ടുമോ? നിനക്ക് ഞാൻ എപ്പോഴാണ് പൈസ തിരിച്ചു തന്നിട്ടുള്ളത്? അല്ല, നീ അയക്കി. അയച്ചോ? ആ, ഓക്കെ, കിട്ടി. പിന്നെ ഇൻസഫിഷ്യൻ ബാലൻസോ? എന്താ അങ്ങനെ? നീ അയച്ചില്ലായിരുന്നാ? അയച്ചായിരുന്നല്ലോ. പൈസ പിടിച്ചു പോയി. ഞാൻ എന്താ ബാങ്ക് പിടിച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിക്കുന്നു. പിടിച്ചോ? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആ, ഇതിലൊരു 1000 രൂപ ഉണ്ടായിരുന്നു, ഞാൻ കുറെ കാലം ഉപയോഗിക്കാണ്ട് വെച്ചതാ, പക്ഷെ അത് ബാലൻസ് ഇല്ല. അപ്പൊ നീ അയച്ചതും പിടിച്ചു. ഇതിനു മുമ്പ് ഇങ്ങനെ പോയിട്ടുണ്ടോ? ആ, ഇതിന് മുന്നേ ഇതുപോലെ പോയിട്ടുണ്ട്. നിന്റേത് പോട്ടെ, നിങ്ങളുടെ പണം ഇതുപോലെ പോയിട്ടുണ്ടോ? ശരിക്കും ബാങ്കുകൾക്ക് ഇതുപോലെ പൈസ പിടിക്കാനുള്ള അധികാരമുണ്ടോ? 2014 RBI സർക്കുലർ പ്രകാരം കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ സാഹചര്യം ബാങ്കുകൾ മുതലെടുക്കാൻ പാടുള്ളതല്ല. ഇതുപോലെ കസ്റ്റമേഴ്സിൽ നിന്നും പണം ഈടാക്കിയ ബാങ്കുകൾക്ക് ലക്ഷങ്ങൾ ഫൈൻ നൽകേണ്ടി വന്നിട്ടുണ്ട്.